ഇടുക്കി ചിന്നക്കനാലിലും കാട്ടാന ആക്രമണം. ചക്കക്കൊമ്പൻ ശങ്കരപാണ്ഡ്യൻ വീട്ടിലെ റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. കാട്ടാനയുടെ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാം. നിലവിൽ ആനയിറങ്കൽ ഡാമിന് സമീപമാണ് ചക്കക്കൊമ്പൻ ഉള്ളത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് സന്ദീപ് രാജാക്കാട്. CCTVയിൽ പതിഞ്ഞ ചക്കക്കൊമ്പനെ നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോവുകയാണ്. ഈ ചക്കക്കൊമ്പൻ കുറച്ചു നാളായി ഒളിവ് ജീവിതമായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും സജീവമായി ആക്രമണോത്സുകനായി ഇറങ്ങുകയാണോ? ജയപാർവതി, ചക്കക്കൊമ്പൻ മുറിവാലനെ കുത്തിവീഴ്ത്തിയതിന് ശേഷം അല്പം മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ 301 കോളനി ഭാഗത്തെത്തി ഒരു വീട് തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ചക്കക്കൊമ്പൻ ഈ ആനയിറങ്ങൽ ഡാമിന്റെ പരിസരത്തായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. ശങ്കരപാണ്ഡ്യൻ വീട്ടിലെ മുമ്പും ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ള മേഖല തന്നെയാണ്. അവിടെയാണ് വീണ്ടും എത്തി ഒരു റിസോർട്ടിന്റെ ഗേറ്റ് ഇടിച്ചു തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് പൂച്ചെടികളടക്കമുള്ള ചെടിച്ചട്ടികളടക്കം എല്ലാ സാധന സാമഗ്രികളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചക്കക്കൊമ്പൻ ഈ മേഖലയിലെ ആക്രമണകാരിയായ മറ്റൊരു കൊമ്പനാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അരിക്കൊമ്പൻ ദൗത്യം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചക്കക്കൊമ്പനെ കൂടി ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണമെന്ന ആവശ്യവും അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. എന്തായിരുന്നാലും ആ ചക്കക്കൊമ്പന്റെ ആക്രമണം ഇപ്പോൾ രൂക്ഷമായി മാറിയിരിക്കുകയാണ്. മറ്റ് 2 കൊമ്പന്മാരും ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ചക്കക്കൊമ്പനാണ് ഏറ്റവും വലിയ ആക്രമണം നടത്തുന്നത്. അത് രാത്രി പകൽ വ്യത്യാസമില്ലാതെ ചക്കക്കൊമ്പൻ ഈ മേഖലയിൽ തമ്പടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ 2 കൊല്ലം മുമ്പ് നടപ്പാക്കുക ഇല്ലെങ്കിൽ ആവിഷ്കരിച്ച പദ്ധതി ഇന്നും ആരംഭിക്കുവാൻ പോലും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഈ 2 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഘട്ടത്തിലൊക്കെ ആവർത്തിച്ച അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പ് നൽകി മടങ്ങുന്നതല്ലാതെ ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വീണ്ടും ചിന്നക്കനാല്, ശാന്തൻപാറ അടക്കമുള്ള മേഖലകളിലെ ആളുകൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക്, കർഷക പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ തീരുമാനം.